ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്യുന്നത് ഒരു IGBT 200 ആംപിയർ ആർക്ക് വെൽഡിംഗ് മെഷീനാണ്. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ ഔട്ട്പുട്ട് വരുന്നില്ല, അതായത് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ വെൽഡിംഗ് മെഷീൻ നോർമലായിട്ട് ഓൺ ആവുന്നുണ്ട്, പവർ അപ്പ് ചെയ്യുന്നുണ്ട്, ബട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് ഇത് നമ്മുടെ ഇതിനകത്തോട്ട് ബോർഡിൽ നിന്നും ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് വരുന്ന എർത്ത് കണക്ഷൻ ബേൺ ആയിട്ടിരിക്കുകയാണ്. അപ്പം ബോർഡ് ഫുള്ള് കത്തിയിട്ട് അതിൻ്റെ ഒരു അലൂമിനിയത്തിൻ്റെ ബാർ വഴിയായിരുന്നു നമ്മുടെ ഔട്ട്പുട്ട് ടെർമിനലിലോട്ട് കണക്ട് ചെയ്തിരുന്നത്. അത് ബേൺ ആയി പോയിട്ടുണ്ട്. അപ്പം നമുക്കത് PCBന്ന് നമുക്ക് ഔട്ട്പുട്ട് ടെർമിനൽ കണക്ട് ചെയ്യാനിലേക്ക് ഒരു ജമ്പർ നമുക്ക് കൊടുക്കേണ്ടി വരും. അതിപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു IGBT വെൽഡിംഗ് മെഷീനാണ്, ആർക്ക് വെൽഡിംഗ് മെഷീൻ 200 ആംപിയറിൻ്റെ. അപ്പം ഇത് നമുക്ക് ആദ്യം തന്നെ നമുക്കിത് ഫുള്ളഴിച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബോർഡ് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഔട്ട്പുട്ട് ടെർമിനൽ. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ഫാൻ വരുന്നുണ്ട്, മുകളിലൊരു പവർ സ്വിച്ച്, പിന്നെ ഒരു ക്യാരി ചെയ്യാനൊരു ഹാൻഡിൽ, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ആംപിയർ റേറ്റിങ്ങും കറണ്ട് റേറ്റിങ്ങും ഉള്ള ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹാൻഡിലും ഫുള്ള് മെറ്റൽ ബോഡിയാണ്. അപ്പോൾ നമ്മളിത് അഴിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഇൻവെർട്ടർ മെഷീൻ, ഇൻവെർട്ടർ വെൽഡിംഗ് മെഷീൻ്റെ മെയിൻ ബോർഡ്. അപ്പോൾ ഇതിനകത്ത് പവർ ഇൻപുട്ടാണ് ആ റെഡ് വയർ കണ്ടത്. അതേപോലെ നമ്മുടെ കംപ്ലൈൻ്റ് ആണ് അതാണ്ട് കാണുന്ന ഒരു അലൂമിനിയത്തിൻ്റെ ബാറ് നമ്മുടെ ബോർഡിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ബേൺ ആയി പോയിട്ടുണ്ട്. അപ്പം ബോർഡും ഔട്ട്പുട്ട് ടെർമിനലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. നമ്മുടെ ബോർഡിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പം ഇത് ഉപയോഗിച്ച് നമുക്കിപ്പം വെൽഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, ആ ബാറ് ബേൺ ആയതുകൊണ്ട്. അപ്പം നമുക്കിത് ബോർഡിൽ നിന്ന് അഴിച്ചിട്ട് എങ്ങനെ അത് റിപ്പയർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ പാർട്സുകളൊക്കെ ഒന്ന് നോക്കാം. ഞാൻ തൊട്ട് കാണിക്കുന്നതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമറാണ്, ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണ്, മെയിൻ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. രണ്ട് ഹീറ്റ് സിങ്കുകൾ. അപ്പം ഒന്നുകൂടെ കാണിക്കാം, പാർട്സുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. മെയിനായിട്ടുള്ള നമ്മുടെ ആദ്യം കാണുന്നത് നമ്മുടെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റേഴ്സാണ്. നമ്മുടെ DC സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഈ ഹീറ്റ് സിങ്കിൻ്റെ അടിയിലാണ് നമ്മുടെ റെക്ടിഫയർ ബ്രിഡ്ജ് ഡയോഡ്. അതാണ് നമ്മുടെ മെയിൻ AC ഫിൽറ്റർ ചെയ്ത് കപ്പാസിറ്ററിലേക്ക് കൊടുക്കുന്നത്. ഈ ഹീറ്റ് സിങ്കിൽ ഉറപ്പിച്ചിരിക്കുന്ന രണ്ട് IGBTകളാണ്, 40 and 60. അത് നമ്മുടെ ഔട്ട്പുട്ടല്ല നമ്മുടെ ഇൻപുട്ട് സെക്ഷനിൽ വരുന്നതാണ്. പ്രൈമറി സെക്ഷനിൽ വരുന്ന 4 എണ്ണം ഉണ്ട്, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. അതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിനെ ഡ്രൈവ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ റെക്ടിഫൈ ചെയ്ത് DC ആയിട്ട് നമ്മളെ ഹൈ ആംപിയർ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. ഈ കാണുന്ന ബോർഡാണ് നമ്മുടെ മെയിൻ കൺട്രോൾ ബോർഡാണ്. നമ്മുടെ വെൽഡിംഗ് മെഷീൻ ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന ഈ ബോർഡിൽ നിന്നാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ആ ചെറിയ നമ്മുടെ റൗണ്ട് വലിയ ട്രാൻസ്ഫോമറാണ് നമ്മുടെ ഈ ഹൈ കറണ്ട് ട്രാൻസ്ഫോമർ. 4 IGBT ഉപയോഗിച്ചാണ് ഈ ട്രാൻസ്ഫോമറിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ്, അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ റെക്ടിഫൈ ചെയ്തെടുക്കുന്നതാണ് നമുക്ക് എടുക്കുന്നത്. ഈ കാണുന്ന ചെറിയ ട്രാൻസ്ഫോമറാണ് ഇതിൻ്റെ കൺട്രോൾ വോൾട്ടേജ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ബേസാണ്. അപ്പോൾ നമുക്ക് ബോർഡ് റിപ്പയർ ചെയ്യാൻ നോക്കാം. നമ്മുടെ ബോർഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് ഞാൻ എൻ്റേതായ രീതിയിലാണ് ഇത് ചെയ്യുന്നത്, എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെ റിപ്പയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ആദ്യം തന്നെ ആ സൈഡിലെ കുറച്ച് എടുത്ത് സോൾഡർ മാസ്ക് മാറ്റിയിട്ടുണ്ട്. അവിടത്തേക്ക് ഫ്ലെക്സ് പുരട്ടിയതിന് ശേഷം നല്ലപോലെ ലെഡ് ഉപയോഗിച്ച് ടിൻ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ സോൾഡർ മാസ്ക് മാറ്റിയിട്ട് ലെഡ് ഉപയോഗിച്ച് ടിൻ ചെയ്യുകയാണ്.
ഇതേപോലെ രണ്ട് സൈഡും ഞാൻ ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിൽ നിന്നും ഈ ബോർഡിൽ നിന്ന് തന്നെ ഒരു ഹെവി ഗേജുള്ള കോപ്പർ വയർ സോൾഡർ ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സക്സസ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇത് നമുക്ക് നല്ല ഹീറ്റുള്ള സോൾഡറിങ് ആണ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ സോൾഡറിങ് ആണില്ല. അപ്പോൾ LPG ഗ്ലോ ടോർച്ച് ഉപയോഗിച്ചാണ് ഞാനിവിടെ സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ടിൻ ചെയ്യാണ്. ടിൻ ചെയ്തതിന് ശേഷം നല്ല ഗേജുള്ള രണ്ട് സൈഡിൽ നിന്ന് ഞാൻ വയർ വെച്ച് സോൾഡർ ചെയ്ത് ബോർഡിൽ നിന്ന് എടുക്കും. അത് നമ്മുടെ ഔട്ട്പുട്ട് ടെർമിനലിൽ കൊണ്ടുപോയി പിടിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ രീതിയിലാണോ എല്ലാവരും ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്യുകയാണ്. സക്സസ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇവിടുത്തെ അവസ്ഥയിൽ ബോർഡ് നല്ല രീതിയിൽ ബേണായി പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ഐഡിയയിൽ ഇങ്ങനെ ഒരു ഐഡിയ ആണ് വന്നത്. ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞ വയർ ഇതിലേക്ക് ഗ്ലോ ടോർച്ച് ഉപയോഗിച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. നല്ല ഹെവി ഹീറ്റ് ഉണ്ടെങ്കിലേ ഇത് നമ്മുടെ ബോർഡിലോട്ട് നല്ല രീതിയിൽ ഒട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഗ്ലോ ടോർച്ച് ഉപയോഗിക്കേണ്ടി വന്നത്. നല്ല രീതിയിൽ ലെഡ് ഉരുകി മെൽറ്റായി ബോർഡിലോട്ട് ജോയിൻ്റ് ആവേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്രയും കനത്തിലുള്ള വയറാകുമ്പം നമ്മുടെ സോൾഡറിങ് ആണ് ഉപയോഗിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്തത്. ഞാനത് രണ്ട് സൈഡിൽ നിന്നും ഓരോ വയറുകൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഹെവി ആയിട്ടുള്ള രണ്ട് വയറുകൾ സോൾഡർ ചെയ്തെടുത്തേക്കും. അപ്പം ഈ അവസ്ഥയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി ഇത് നമുക്ക് തിരിച്ച് നമ്മുടെ ക്യാബിൽ ഉറപ്പിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിത് ക്യാബിൽ ഉറപ്പിച്ച് കഴിഞ്ഞു. ഔട്ട്പുട്ട് ടെർമിനലിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യേണ്ട ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും എല്ലാം കൃത്യമായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ പോസിറ്റീവ് ഔട്ട്പുട്ടാണ് ഹീറ്റ് സിങ്കിൽ നിന്ന് വരുന്നത്. അതിനടിയിലായിട്ടാണ് ഔട്ട്പുട്ട് നമ്മുടെ റെക്ടിഫയർ ഡയോഡുകൾ ഔട്ട്പുട്ടിൻ്റെ വരുന്നത്. അതിൽ നിന്ന് ഡയറക്റ്റ് ഹീറ്റ് സിങ്ക് വഴിയാണ് നമ്മൾ പോസിറ്റീവ് ഔട്ട്പുട്ട് എടുക്കുന്നത്. നമ്മുടെ നെഗറ്റീവ് ഔട്ട്പുട്ട് ലൈനാണ് കരിഞ്ഞു പോയിരുന്നത്. അപ്പം നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ആദ്യം മൾട്ടിമീറ്റർ വെച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്തു. 75 വോൾട്ടോളം വരുന്നുണ്ട്. 74.5 വോൾട്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ടെർമിനൽ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം. അപ്പം ഔട്ട്പുട്ടിൽ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതേപോലുള്ള വെറൈറ്റി വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പം ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.